എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ നഴ്സറി ബഡ് റോസിലൊക്കെ നല്ലവണ്ണം പൂക്കൾ തിങ്ങി നിറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ മാറി മാറി കൊടുക്കണം. പൗഡർ രൂപത്തിലുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഒക്കെയുള്ള ഫെർട്ടിലൈസർ കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു റോസാച്ചെടി ഇത് കണ്ട്, ഈ റോസാച്ചെടി നട്ടുപിടിച്ചേക്കുന്ന ചിരട്ടയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കരിയിലയും ഒക്കെ കൂടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടും നല്ല വേരോട്ടം കിട്ടുന്നതുകൊണ്ട് നല്ല നിറയെ മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് ഇതുപോലെ ചെയ്തെടുത്ത് നോക്കാം. അപ്പം ഞാൻ റോസ നട്ടുപിടിപ്പിക്കുന്ന കാണിച്ചു തരാം. ഇതുപോലെ ചെയ്തപ്പോൾ ഇതുപോലെ നിറയെ പുതിയ തളിർപ്പുകളും പൂമുട്ടുകളും ഒക്കെ വന്ന് നിറഞ്ഞു. കാരണം റോസാ ചെടിക്ക് നല്ല വേരോട്ടം കിട്ടിയാൽ മാത്രമേ ആ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുരടിച്ച് പോകും. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ റോസാ ചെടി ഈ ഒരു പോട്ട് മിക്സും ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും, നല്ല രീതിയിൽ വേരോട്ടവും കിട്ടും. അപ്പോൾ 2-3 ചെടി ഞാൻ അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഇല മുരടിപ്പിനും റോസയുടെ കമ്പുകൾ കറുത്ത് പോകുന്നതിനുമൊക്കെ നമുക്കൊരു കാര്യം ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്ത് മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സ്, വെയിറ്റ് കുറഞ്ഞൊരു പോട്ടി മിക്സും നല്ല വേരോട്ടം കിട്ടുന്നതുമായ ഒരു പോട്ടി മിക്സും നമ്മൾ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് നിറയും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ഹോളുള്ള ചെടിച്ചട്ടി എടുക്കുക. അതിലേക്ക് 2 ചിരട്ടയോ നമ്മുടെ ചെടിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ചിരട്ടയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇത് 2 ചെറിയ ചിരട്ടയാണ്. പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വന്നിട്ടൊന്ന് കമത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ഹോളുള്ള ചെടിച്ചട്ടിയും ആയിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ കമത്തി ചിരട്ട നേരെ വെച്ച് കൊടുക്കുക. വെള്ളം കെട്ടിക്കിടക്കും. കമത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും സാഫും കുമായം എല്ലാം കൂടെ ചേർത്തുള്ള മിശ്രിതം 1-2 ആഴ്ച ട്രീറ്റ് ചെയ്ത് വെച്ചു. അതായത് മണ്ണൊന്ന് വളക്കൂറുള്ള മണ്ണാക്കി മാറാനായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് 1-2 ആഴ്ച വെച്ചിരുന്നു. അതിൽ നിന്നും ആദ്യം കുറച്ച് പോട്ടി മിക്സ് ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കരിയില അറിയാതെ വെച്ച് പോയതാണ്. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് ആദ്യം പോട്ടി മിക്സ് എടുത്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം നമുക്ക് ഉണക്ക കരിയില, നല്ലവണ്ണം ഉണങ്ങിയ കരിയില, ഇപ്പോൾ ഈ ചൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉണക്ക കരിയിലയൊക്കെ കിട്ടും. അപ്പം പ്ലാവിൻ്റെ ഇലയോ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ മുരിങ്ങയിലയുടെ ഉണങ്ങിയ മുരിങ്ങയിലയുടെ ഇലകളോ ഒക്കെ ഏത് ഇലകളും ആവാം ഒക്കെ ചെയ്ത് കൊടുക്കുക. കപ്പളത്തിൻ്റെ ഉണങ്ങിയ ഇലകളോ ഒക്കെ ചെയ്ത് കൊടുക്കുക. നല്ല ഉണങ്ങിയതായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മണ്ണ് പോട്ടി മിക്സ് ഇതിൻ്റെ ഇലകളുടെ മുകളിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ചെടിയാണ് വെക്കുന്നത്, റോസാ ചെടിയാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും വെക്കാം. പിന്നെ നമുക്ക് ചെറിയ നല്ല കട്ടിയുള്ള കമ്പുകൾക്കാണ് കൂടുതൽ ഇതുപോലത്തെ പോട്ടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ചെത്തി, ചെമ്പരത്തി, നമ്മുടെ റോസാ ചെടി, അങ്ങനെയൊക്കെ മുല്ല, ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുക്കാം. ലോലമായ തണ്ടുകളാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഈ റോസാ ചെടിക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു പോട്ടി മിക്സ്. നല്ല വേരോട്ടം കിട്ടുകയും അതുമൂലം നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും നിറയെ പൂക്കളും പുതിയ തളിർപ്പുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു. റോസാ ചെടിയിൽ വേരോട്ടം കിട്ടാതിരുന്നാൽ ആ ചെടി പെട്ടെന്ന് മുരടിച്ച് പോകും. അതായത് മണ്ണ് ഉറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് വേരോട്ടം കിട്ടാതെ മുരടിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുത്താൽ നല്ലപോലെ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ആദ്യം ചിരട്ടയുടെ പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ റോസാ ചെടി കവറൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഭാഗത്തെ മണ്ണ് മാത്രം നീക്കം ചെയ്യുക. ഫുൾ മണ്ണ് നീക്കം ചെയ്ത് റോസായുടെ വേരും ഒന്നും കഴുകേണ്ട ഒന്നും ആവശ്യമില്ല. ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പെട്ടെന്ന് റോസ കറുത്ത് പോയി നശിച്ചു പോകും. അപ്പോൾ കുറച്ച് ഭാഗത്തെ അടിഭാഗത്തെ മാത്രം ആ പശപ്പുള്ള മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം റോസ് നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് ബാക്കി പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് നനച്ച് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2-3 ദിവസത്തിന് ശേഷം നനച്ചാൽ ചിലത് കാരണം അടിയിൽ കരിയിലയും അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട കഷ്ണങ്ങളും ഒക്കെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നല്ലപോലെ ഈർപ്പം നിന്നോളും. ഒരു 2 ദിവസത്തിന് ശേഷം നമുക്ക് പിന്നീട് നനച്ചാൽ മതി. നല്ലപോലെ നനച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെയിലത്തോട്ട് കൊണ്ടുവെക്കരുത്. കാരണം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൺഷെയ്ഡുള്ള ഭാഗത്ത്, അതായത് ലൈറ്റായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് നമുക്കിത് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. എത്രയും പൂക്കളൊന്നും ഞാനിപ്പോൾ ചുമ്മായി നിർത്തിയേക്കാണ്. കുറച്ച് കഴിഞ്ഞ് ഞാനത് കട്ട് ചെയ്ത് കളയും. അപ്പം കുറച്ച് ഇത് കട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലപോലെ നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. 1 ആഴ്ച 2 ആഴ്ച കഴിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും പുതിയ തളിർപ്പുകളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. അപ്പം നല്ല രീതിയിലുള്ള വേരോട്ടം കിട്ടാനായിട്ടും നല്ലപോലെ പൂക്കളൊക്കെ നിറയാനായിട്ടും ഈ ഒരു പോട്ടി മിക്സ് വളരെയധികം നല്ലതാണ്. ഈ ഒരു ചെടി ഞാൻ അതുപോലെ നട്ടുവെച്ചതാണ്.
അതിനും ഇതുപോലെ മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്, പൂക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോവുകയും അതുപോലെ തന്നെ ആ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിട്ടാണ് കിടക്കുന്നത്. കരിയിലയും നമ്മുടെ ചിരട്ട പീസും ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ കരിയിലൊക്കെ ഒരു കമ്പോസ്റ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറും, അപ്പോൾ കുറച്ചുകൂടെ താന്നു പോകും നമ്മുടെ മണ്ണ്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പോട്ടി മിക്സ് കൂടെ അതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ലോലമായ തണ്ടുകളുള്ള ചെടികൾക്കൊന്നും ഇങ്ങനത്തെ പോട്ടി മിക്സ് വെക്കരുത്, പെട്ടെന്ന് ചീഞ്ഞു പോകും. നല്ല കട്ടിയുള്ള, അതായത് ബോഗൺവില്ല, ചെത്തി, ചെമ്പരത്തി, റോസ ഇങ്ങനെയുള്ള മിക്ക കട്ടിയുള്ള കമ്പുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഈ ചൂടുകാലത്ത് ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ ആ പ്രത്യേകം ചിരട്ട വെക്കുന്നത് നേരെ വെക്കരുത്, കമത്തി മാത്രമേ വെക്കാവുള്ളൂ. ചിരട്ട നേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കും, അതിൽ പ്രാണികളൊക്കെ ഇരുന്ന് മുട്ടയിടുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് ഫംഗൽ ഡിസീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിരട്ട കമത്തി വെച്ച് കൊടുക്കാവുള്ളൂ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.